പുതുതായി നിർമ്മിച്ച ചവറ ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും. രാവിലെ 10-ന് NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. 2.30 കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം പൂർത്തീകരിച്ചത്. പുതുതായി നിർമ്മിച്ച ചവറ ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ 10-ന് നടക്കും. ഈ 25/4/2023 ബഹുമാന്യായ MLA ഡോക്ടർ സുജിത് വിജയൻപിള്ള, അതുപോലെ ബഹുമാന്യായ മുൻ മന്ത്രി ശ്രീ ഷിബു ബേബി ജോണും ചേർന്നാണ് ഇതിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചത്. അത് 2 വർഷം കൊണ്ട് തന്നെ പൂർത്തിയാക്കുവാനും അത് നാടിന് സമർപ്പിക്കുവാനുമുള്ള ഒരു അവസരമായിട്ടാണ് ഈ 8-ാം തീയതി നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തെ ഞങ്ങൾ കാണുന്നത്. ഇപ്പോൾ ജനപ്രതിനിധികൾക്ക് ഇരിക്കാൻ കഴിയുന്ന, അതുപോലെ തന്നെ ജീവനക്കാർക്ക് ഇരിക്കാൻ കഴിയുന്ന, സ്വസ്ഥമായി ഇരുന്ന് ജോലി ചെയ്യാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഈ ഓഫീസിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പൊതുജനങ്ങൾക്കും ഏറെ പൊതുജന സൗഹൃദമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്ന നിലയിലേക്കാണ് നമ്മുടെ ഓഫീസിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത്. അത് 8-ാം തീയതി രാവിലെ NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ അതിൽ മുഖ്യപ്രഭാഷണം ബഹുമാന്യായ ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA ആണ് നിർവഹിക്കുന്നത്. അതുപോലെ മുഖ്യ അതിഥിയായി നമ്മുടെ കേരള സർക്കാരിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ രാജു നാരായണസ്വാമി പങ്കെടുക്കുന്നു. നമ്മുടെ ഭരണഘടനാ സാക്ഷരത നേടിയ ആദ്യ ബ്ലോക്ക് എന്ന പ്രത്യേകത കൂടി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത്. ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതരാണ് ഇക്കാര്യം അറിയിച്ചത്. NK പ്രേമചന്ദ്രൻ MP രാവിലെ 10-ന് ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA പ്രഭാഷണം നടത്തും. പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ രാജു നാരായണസ്വാമി മുഖ്യാതിഥിയാകും. ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാരെ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ ആദരിക്കും. ജില്ലാ കളക്ടർ N ദേവിദാസ് ഭരണഘടനയുടെ ആമുഖം പ്രകാശനം ചെയ്യും. മുൻ മന്ത്രി ഷിബു ബേബി ജോൺ, ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാരായ SA സലാം, PB രാജു എന്നിവരെ അനുസ്മരിക്കും. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ജനപ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുക്കും. 2.30 കോടി രൂപ ചെലവിട്ട് 2 വർഷം കൊണ്ടാണ് കെട്ടിടം പൂർത്തീകരിച്ചത്. ഭരണഘടനാ സാക്ഷരത നേടിയ ആദ്യ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന നിലയിൽ ഭരണഘടനയുടെ ആമുഖം കെട്ടിടത്തിന് മുന്നിൽ അനാവരണം ചെയ്തിട്ടുണ്ട്. കെട്ടിട നിർമ്മാണത്തിന് ഫണ്ട് ആവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിച്ചെങ്കിലും അനുകൂല നടപടി ഉണ്ടായില്ല. ഇതേ തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് വികസന ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിടം പൂർത്തിയാക്കിയത്. എല്ലാവിധ ആധുനിക സംവിധാനങ്ങളും ഒരുക്കിയിട്ടുള്ള കെട്ടിടം പൊതുജന സൗഹൃദമായിരിക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരിൽ, വൈസ് പ്രസിഡന്റ് സോഫിയ സലാം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ M പ്രസന്നൻ ഉണ്ണിത്താൻ, ജോസ് സുമൽരാജ്, നിഷ സുനീഷ്, അംഗങ്ങളായ R ജിജി, പ്രിയ ഷിനു, A സീനത്ത് എന്നിവർ പറഞ്ഞു. ഞങ്ങളെല്ലാവരുടെയും ഒരു ചിരകാല സ്വപ്നമായിരുന്നു. ഞങ്ങളിവിടെ കഥസമിതി ഏറിയ സമയത്ത് തന്നെ ഇവിടുത്തെ ഒരു ഓഫീസ് കെട്ടിടത്തിൻ്റെ ജീർണിച്ച അവസ്ഥയും അവിടുത്തെ ജീവനക്കാർക്കും ഇന്ന് ജോലി ചെയ്യാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ് ചോർന്നൊലിക്കുന്ന തരത്തിലുള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ അത് ഞങ്ങളെല്ലാവരും മുൻകൈയെടുത്ത് ഒരു പുതിയ കെട്ടിടമൊക്കെ വേണമെന്ന് ഞങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പുതിയ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം 8-ാം തീയതിയാണ്. ന്യൂസ് ബ്യൂറോ, ചവറ.